വിനായക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല്ലവിയൊക്കെ എഴുതും. ലാസ്റ്റത്തെ ഈ ഹുക്ക് ലൈനാണ് നമുക്ക് എല്ലാവർക്കും ആവശ്യം. എന്താണ് ഇതിൽ കൊണ്ടുവരുന്നതെന്ന് അറിയണം. ഇരുന്ന് ആലോചിക്കുക, സൈഡിലൊക്കെ പോയിട്ട് ഒരു 2 റൗണ്ടൊക്കെ അടിച്ചിട്ട് വരും. സുഷിൻ ഭായി ഇതെങ്ങനെ ഇരിക്കും എന്നിട്ട് ഒരു ഐഡിയ ആയിട്ട് വരും. ചിലത് ക്രിഞ്ചാണെങ്കിൽ ഞാൻ ക്രിഞ്ചാന്ന് പറയും, ഒരു ഇതിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയും. അപ്പം അന്ന് ഓക്കെ മാറ്റാന്നൊക്കെ പറഞ്ഞ് സാധനം മാറ്റി എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിട്ട് എനിക്കും അവനും ഓക്കെ ആയിട്ടുള്ള ഒരു സാധനമായിട്ട് വരും. സുഷിൻ ഒന്നും നോക്കൂല, മുഖത്ത് നോക്കി പറയും. അത് നല്ലതാണ്. സത്യം. ഇപ്പൊ ഞാൻ പറഞ്ഞ ഇല്ലുമിനാറ്റിയുടെ ആദ്യത്തെ ഒരു 4 വരി ഈ പറഞ്ഞ പോലെ മാറ്റാൻ കാരണം അങ്ങനെ പറഞ്ഞാണ്. ഇല്ലുമിനാറ്റിയും ക്രിഞ്ചാന്ന് പറയുന്നത് ഞാൻ മാറ്റാൻ സമ്മതിച്ചില്ല. നമ്മുടെ നിലപാടുകളിൽ നമ്മൾ ഉറച്ചു നിൽക്കും. അത് ക്രിഞ്ചാണോ സംശയം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ചിലത് ക്രിഞ്ചാണെന്നങ്ങ് പറയും. അത് നല്ലതാ. കാരണം ഈ ജിത്തു നമുക്ക് ഈ സിറ്റുവേഷൻ, ഇത് ഇല്ലുമിനാറ്റി പോലത്തെ ഒരു പാട്ട് ഞാൻ മുമ്പ് എഴുതിയിട്ടില്ല. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് ജഡ്ജ്മെന്റ് കിട്ടില്ല, നമ്മൾ കടന്നു പോവുകയാണോ. അപ്പൊ അഴിഞ്ഞാട്ടം എന്നൊക്കെ പറയെങ്കിലും നമ്മൾ അഴിച്ചു വിടുമെങ്കിലും ചിലപ്പോൾ അപ്പുറത്തവന്റെ പറമ്പിൽ കയറി കഴിഞ്ഞാൽ ഡേ ഇങ്ങ് വാടേന്ന് പറഞ്ഞ് തിരിച്ചു വിളിക്കുന്ന പോലെ ഒരു ലൈൻ കഴിഞ്ഞാൽ ഇവര് തിരിച്ചു വിളിക്കും. അങ്ങനത്തെ ആൾക്കാരാണ് രണ്ടുപേരും.